ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. പ്രേക്ഷകർ ആകാംക്ഷാഭരിതരെ കാത്തിരുന്ന ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ആദ്യത്തെ പ്രൊമോ റിലീസ് ചെയ്തിരിക്കുകയാണ്. പ്രൊമോ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ലാലേട്ടൻ വന്നിട്ട് ജിസേലിനോട് ചോദിക്കുകയാണ്, ജിസേൽ പോസസീവ്നെസ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ജിസേൽ പറയുകയാണ്, ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇവൻ പറഞ്ഞു പുറത്ത് പോ എന്ന്. എന്നിട്ട് ഇവള് വന്നപ്പോൾ ഇവളോട് പറഞ്ഞില്ല. അപ്പോൾ ആര്യൻ പറയുകയാണ്, ഇവളെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെയൊന്നും പറയാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജിസേൽ അവിടെ നിന്നും പറയുന്നത് എക്സ്ക്യൂസ് മീ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആര്യൻ പറയുകയാണ്, അങ്ങനെയല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ലാലേട്ട എന്ന് ലാലേട്ടനോട് പറയുകയാണ്. അങ്ങനെ ജിസേൽ പറയണ, നുണ പറയല്ലേ ലാലേട്ട, എത്രയോ പ്രാവശ്യം ഞാൻ വിളിക്കുമ്പോൾ ഉറങ്ങട്ടെ എന്ന് പറയാറുണ്ട് എന്ന് പറയും. അപ്പം ആര്യൻ തുടരുകയാണ്, നീ ഈ വീട്ടിലെ എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യ്, ബാക്കി എല്ലാവരെയും ട്രസ്റ്റ് ചെയ്തോ, എന്നെ മാത്രം ട്രസ്റ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ പറയുകയാണ്, അപ്പോൾ നീ പോയി ലക്ഷ്മിയോട് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന് മുൻപിൽ വെച്ച് ഒരു ടോം ആൻഡ് ജെറി ഫൈറ്റ് എന്നുള്ള മട്ടിലുള്ള ഒരു ചെറിയ രീതിയിലുള്ളൊരു വഴക്കാണ്. പക്ഷേ ഈ വീക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും ജിസേൽ എവിക്റ്റ് ആയിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി നമ്മൾ അറിയുന്നുണ്ട്. അതെന്തായാലും നമുക്ക് എപ്പിസോഡ് വന്നതിന് ശേഷം അതിൻ്റെ യഥാസ്ഥിതി എന്താണ് എന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ജിസേൽ എവിക്റ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായും ഒരു തീരാ നഷ്ടം തന്നെയാണ്. കാരണം ബിഗ് ബോസിൻ്റെ ഒരു BB മെറ്റീരിയലൊന്നുമല്ല ജിസേൽ, എങ്കിൽ കൂടി ജിസേൽ ഒരു കണ്ടൻറ്റ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈനർ തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7. എന്തായാലും ഇമേജ് കോൺഷ്യസ് അല്ലാത്ത രണ്ട് വ്യക്തികളാണ് ജിസേലും ആര്യനും. കാരണം അവരവരുടെ ഫ്രണ്ട്ഷിപ്പ് പുറത്ത് നെഗറ്റീവാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ ഫ്രണ്ട്ഷിപ്പുമായി മുന്നോട്ട് പോയ രണ്ട് വ്യക്തികളാണ്. എന്നാൽ ഫാമിലി വീക്കിൽ വീട്ടുകാർ വന്നതിന് ശേഷം ആര്യന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആര്യൻ നല്ല രീതിയിൽ ജിസേലിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജിസേലും അതുപോലെ തന്നെയാണ് ആര്യനെ മനഃപൂർവ്വം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത് വളരെയധികം കൂടുതലാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ട്, കെയറിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും മറ്റുള്ളവർക്ക് മുൻപിൽ രണ്ടുപേരും ഇൻഡിവിജ്വലായി പ്ലേ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ചില നാടകം മാത്രമായിട്ടാണ് എനിക്ക് പലപ്പോഴും ആര്യൻ്റെയും ജിസേലിൻ്റെയും ഇപ്പോഴത്തെ ഗെയിം കാണുന്നത്. എങ്കിൽ ഫാമിലി വീക്ക് വന്നതോടുകൂടി രണ്ടുപേരിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ആര്യനിൽ. കാരണം ആര്യൻ നല്ല രീതിയിൽ ജിസേലിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത് അത്രത്തോളം പ്രേക്ഷകർ എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റ് തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എപ്പിസോഡിനായിട്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചെയ്യുന്നത്.